നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വർഷം കഴിയട്ടെ, ഇവിടുത്തെ സാധാരണക്കാരെല്ലാം പറഞ്ഞു തുടങ്ങും, ഇവർ വേണ്ടിയിരുന്നില്ല, നമുക്ക് LDF സർക്കാർ തന്നെ മതിയായിരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി മതിയായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ അവർ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങും, വോട്ട് ചെയ്തത് അബദ്ധമായി പോയി, ഇങ്ങനെ ഞങ്ങൾ ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി UDF വിജയിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യം. അവരേകദേശം അതിങ്ങനെ പറഞ്ഞു തുടങ്ങിയിരുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുന്നതും അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതും. നമുക്കറിയാവുന്ന പോലെ ഒരു നല്ല ഭരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ ഒരു നല്ല ഭരണം ഗാലക്സി ഓഫ് നേതാക്കന്മാരുണ്ടായിട്ട് കാര്യമില്ല, ഗാലക്സി ഓഫ് ലീഡേഴ്സ് എന്നാണ് VD സതീശൻ പറയുന്നത്. ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ടാവാൻ പാടില്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രബലമായ ഒരു കാര്യം. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. ഈ VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും തൻ്റെ മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ തൻ്റെ മന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുള്ള മന്ത്രിമാർക്ക് എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശേഷി VD സതീശൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതാണ് ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഈ ഗ്രൂപ്പിലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള പല നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ പിന്തുണയ്ക്കുന്ന 46 MLA മാർ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഈ 46 പേരിൽ പലരും ഈ വരുന്ന മന്ത്രിസഭയിൽ മന്ത്രിമാരാകേണ്ടവർ തന്നെയാണ്. നമുക്കറിയാം, സണ്ണി വക്കീലാണെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ ജ്യോതികുമാർ ചാമക്കാലയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ഈ പറയുന്ന ചാണ്ടിയൂമനും KC വേണുഗോപാലിൻ്റെ പക്ഷമായിരുന്നല്ലോ. ചാണ്ടിയൂമനാണെങ്കിലും അങ്ങനെ തുടങ്ങി നമ്മൾ പറയേണ്ടിയിരിക്കുന്ന നിരവധി നേതാക്കന്മാർ, എനിക്കൊന്ന് മുഹമ്മദ് ഷിയാസ് മാത്രമായിരിക്കും VD സതീശനൊപ്പം നിൽക്കുക. ബാക്കിയുള്ള എല്ലാവരും KC വേണുഗോപാൽ പക്ഷക്കാർ തന്നെയാണ്. അപ്പോൾ ഇവരിൽ നിന്ന് വേണമല്ലോ ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കേണ്ടത്. ഈ മന്ത്രിമാരൊക്കെ സഞ്ചരിക്കുകയും ചലിക്കുകയും ചെയ്യുന്നത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളുടെ ആജ്ഞ അനുസരിച്ച് തന്നെയായിരിക്കും. അതിന് കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇനി ഒരു പക്ഷേ അദ്ദേഹം AICCയുടെ അധ്യക്ഷനായി വരാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ് കാര്യം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് 7 വർഷമാണ് സാധാരണഗതിയിൽ കൊടുക്കുന്ന ഒരു അതായത് നെഹ്റു കുടുംബം കൊടുക്കുന്ന ഒരു ടൈമിംഗ് എത്രയാണ്. എന്നാൽ അതേസമയം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 9 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അധ്യക്ഷനായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അധ്യക്ഷനാകാൻ വേണ്ടി കാത്തിരിക്കുന്ന, അധ്യക്ഷനായേക്കാവുന്ന ഒരു നേതാവിനെ പിന്തുണച്ചുകൊണ്ടല്ലേ എപ്പോഴും സാധാരണപ്പെട്ടവർ നിൽക്കേണ്ടത്. സാധാരണപ്പെട്ട MLA മാർ, ഈ MLA മാർ പലരും മന്ത്രിമാരാകും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് VD സതീശൻ പറയുന്നത് കേട്ടിട്ട് ഏറാൻ മൂളികളായി അല്ലെങ്കിൽ VD സതീശൻ്റെ ആജ്ഞാനുവർത്തികളായി ഇവിടെ ഉണ്ടാവുക? തോന്നില്ല അങ്ങനെ അവരുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച്. അങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാകും. അതോടുകൂടി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ കാരണം എന്ന് വെച്ചാൽ, ഭരണപരമായ ഒരു പ്രതിസന്ധി നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഭരണപരമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുക എന്ന് വെച്ചാൽ, ഇവിടെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ നമ്മൾ അറിയാം. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് 2000 രൂപ ഈ കഴിഞ്ഞ മാസത്തിൽ പോലും 1 രൂപ പോലും കുടിശ്ശിക വെക്കാതെയാണ് ഇടത് സർക്കാർ പടിയിറങ്ങിപ്പോയത്. വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ സെക്രട്ടറിമാരുടെ ഒരു പിന്തുണയോടുകൂടി തൊട്ടടുത്ത ദിവസം അവർ പറഞ്ഞ ദിവസം മെയ് മാസം 15-ാം തീയതി തന്നെ SSLCയുടെ ഫലം പുറത്തേക്ക് വിടാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂളുകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല, 15 ദിവസങ്ങളാകുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ഭരണപരമായ കാര്യങ്ങൾ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി ഇതെല്ലാം ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ സംഭവം? നമുക്കറിയാം, കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തൊരു എഫർട്ട് ഉണ്ടായിരുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ സമരപരിപാടി സംഘടിപ്പിച്ചു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അനീതിയും സാമ്പത്തികമായ ഞെരുക്കവും കാരണം, അല്ലെ സാമ്പത്തികമായ അടിച്ചമർത്തൽ എന്ന് പറയും, ഇതിനെതിരായി ശക്തമായ രീതിയിൽ സമരത്തിന് മുന്നോട്ടിറങ്ങിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിമാരെല്ലാവരും കൂടിയിട്ട്, അത് കേരളത്തിൽ നിന്ന് പുറത്തുള്ള പല മുഖ്യമന്ത്രിമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട്. എന്നാൽ അങ്ങനെ ഒരു ആർജവം ഇവിടെ നിന്നുണ്ടാകുമോ? ഫലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ UDF എന്ന് പറയുന്നത് കോൺഗ്രസ് ആണല്ലോ നേതൃത്വം വഹിക്കുന്നത്. ഈ കോൺഗ്രസ് ആകട്ടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നോക്കും മുഖ്യ പ്രതിപക്ഷ കക്ഷിയുമാണ്.
ഈ സാഹചര്യത്തിൽ കേന്ദ്രവുമായി വി.ഡി. സതീശന് ഏത് രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ള ഒരു സംശയം എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ സംശയത്തിന് ചെറിയൊരു അല്ലെങ്കിൽ നമുക്ക് സംശയ നിവാരണം ഉണ്ടാകുന്നത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചില കൂടിക്കാഴ്ചകളാണ്. അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് ആയ അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചകളൊക്കെ നമുക്കൊരു പക്ഷേ ചില പ്രയോജനങ്ങൾ ഒരുപക്ഷെ കേരളത്തിന് കിട്ടും എന്നുള്ളത് നമുക്ക് സൂചനയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതുവരെ ആരും ഈ പറയുന്ന പോലെ കിഷോർ ആൽവിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ JDSൻ്റെ നേതാവിനോടൊപ്പം നടത്തിയ, അതായത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ചയൊക്കെ എന്തിനാ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സംശയം നമ്മുടെ മുന്നിലുണ്ട്. ഇനിയും കേന്ദ്ര സർക്കാരുമായി ഒരു അനുനയത്തിന് ശ്രമമാണോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡീലുകൾ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഒരു പ്രതിഫല നൽകലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്വാഭാവികമായും സംശയമുണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും ഇതുവരെ കേരളത്തിൻ്റെ മേലുള്ള സാമ്പത്തിക ഉപരോധം കേന്ദ്രം തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകാനിടയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏകദേശം 4000 കോടി രൂപ ഖജനാവിൽ ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്, നിറച്ചു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് കരുതാം. പക്ഷേ എപ്പോഴും ഇതിനൊരു അല്ലെങ്കിൽ ഈ പദ്ധതി നടത്തിപ്പുകൾക്കായിട്ട് സാമ്പത്തികം എന്നതിനപ്പുറത്തേക്ക് ഇപ്പം നമുക്കറിയാം, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അതിന് ചില നിബന്ധനകൾ വെക്കേണ്ടി വരും. ആ നിബന്ധനകളിൽ ഉൾപ്പെടാനുള്ള സാധ്യത പരമാവധി 5 കിലോമീറ്റർ ദൂരം വരെ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അനുമതി നൽകുകയുള്ളൂ, അല്ലെങ്കിൽ സൗജന്യ യാത്ര നൽകുകയുള്ളൂ എന്ന് പറയുന്ന ചിലപ്പോൾ ചില മാനദണ്ഡങ്ങൾ കൂടി വെക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ഉമ്മൻചാണ്ടി പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാരിനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വെല്ലുവിളി ഏർപ്പെടുത്തുന്ന ചില ചില സാങ്കേതിക പ്രതിസന്ധികളായി തുടരുമെങ്കിൽ ഇദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ഈ പറയുന്ന KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരുപറ്റം നേതാക്കന്മാർ ഇതിനകത്ത് കല്ലുകടിയുമായി ഇറങ്ങിത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് വെച്ചാൽ സഭയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മന്ത്രിമാരെയെല്ലാം ഏകോപിപ്പിക്കാൻ കഴിയുന്നത്ര ശക്തി വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് ഇല്ലാതായിത്തീരുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ മന്ത്രിമാരെല്ലാം തോന്നുംപടി പോവുകയും മുഖ്യമന്ത്രി മാത്രം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യവും കേരളത്തിലെ മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും അതിവിദൂരമല്ല. കാരണം അദ്ദേഹത്തെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഇത്രത്തോളം സമരം ചെയ്ത് KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തല പോലെയുള്ള സീനിയർ നേതാക്കന്മാരെയും ഒക്കെ വെറുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ K. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ പിന്നെ എങ്ങനെയെങ്കിലും തനിക്കൊന്ന് മന്ത്രിയായി കിട്ടിയാൽ മതി എന്ന് പറയുന്നൊരവസ്ഥയിരിക്കുന്ന ഒരാളാണ് മുരളീധരൻ. അതുകൊണ്ട് മുരളീധരനെ പോലുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും വി.ഡി. സതീശൻ അത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഭയക്കേണ്ട നിരവധി നേതാക്കന്മാർ ഇപ്പോഴും ഈ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭരണം ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് 2-3 വർഷമൊന്നും എത്തണ്ട, അതിനു മുമ്പ് തന്നെ കുത്തഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മളേവരും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇനിയും പതുക്കെ ജനം പറഞ്ഞു തുടങ്ങും, ഞങ്ങൾക്ക് പഴയ മുഖ്യമന്ത്രി തന്നെ മതിയായിരുന്നു എന്ന് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ ഇവിടുത്തെ ജനം പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനടി ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പലരും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ട്രോളെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അടക്കമുള്ള ആളുകൾ നിരവധി ട്രോളുകളാണ് പറഞ്ഞ് വരുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു സമാധാനമായി ഇനിയുള്ളതാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ഒരു പൂരം. അത് തുടങ്ങുകയാണ് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.